ഡിസംബർ 21 വിശുദ്ധ പീറ്റർ കനിസിയൂസ്. ജർമ്മനിയുടെ രണ്ടാമത്തെ അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന ജെസ്യൂട്ട് പുരോഹിതനാണ് പീറ്റർ കനിസിയൂസ്. കത്തോലിക്കാ സഭ വിട്ട് പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് അനേകർ പോയിക്കൊണ്ടിരുന്ന കാലത്ത് സഭയെ ശക്തിപ്പെടുത്താൻ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു. പ്രസംഗിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചുകൊണ്ടും അദ്ദേഹം സഭാ നവീകരണത്തിന് നേതൃത്വം നൽകി. റോമാ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന ഇപ്പോഴത്തെ നെതർലൻഡിലുള്ള നിറ്റ്മെജൻ പട്ടണത്തിൽ 1521 പീറ്റർ ജനിച്ചു. സമ്പന്നനും പട്ടണത്തിലെ മേയറുമായിരുന്നു പിതാവ്. പീറ്റർ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ അമ്മ മരിച്ചതിനെ തുടർന്ന് ഭക്തയായ രണ്ടാനമ്മയാണ് പീറ്ററിനെ വിശ്വാസത്തിലും ഭക്തിയിലും വളർത്തിയത്. 1536 കൊളോൺ യൂണിവേഴ്സിറ്റിയിൽ ചേർന്ന പീറ്റർ കലയും നിയമവും ദൈവശാസ്ത്രവും പഠിച്ചു. അവിടെ വച്ച് വിശുദ്ധരായ സന്യാസികളുമായും ദൈവഭക്തരായ ആളുകളുമായും നല്ല ബന്ധം സ്ഥാപിച്ച പീറ്റർ 1540 യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഉന്നത ബിരുദം നേടി. വിവാഹിതനാകാൻ പിതാവ് നിർബന്ധിച്ചെങ്കിലും തൻ്റെ ദൈവവിളി തിരിച്ചറിഞ്ഞ പീറ്റർ വ്യക്തിപരമായി ബ്രഹ്മചര്യ പ്രതിജ്ഞ എടുത്തു. തുടർന്ന് കൊളോണിൽ ദൈവശാസ്ത്രം പഠിച്ച അദ്ദേഹം പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. 1543 ഈശോ സഭ സ്ഥാപകനായ ഇഗ്നേഷ്യസ് ലയോളയുടെ സുഹൃത്തായ വിശുദ്ധ പീറ്റർ ഫേബറിനെ അദ്ദേഹം പരിചയപ്പെട്ടു. അദ്ദേഹത്തോടൊപ്പം ആത്മീയ ധ്യാനത്തിൽ പങ്കെടുത്ത പീറ്റർ തൻ്റെ 22ാമത്തെ ജന്മദിനത്തിൽ ജെസ്യൂട്ട് സഭയിൽ ചേർന്നു. ഇഗ്നേഷ്യസ് ലയോളയുടെ കീഴിൽ കഠിനമായ ആത്മീയ പരിശീലനത്തിലൂടെ കടന്നുപോയ പീറ്റർ 1546 പുരോഹിതനായി. 1547 ഓക്സ്ബുർഗിലെ കാർഡിനൽ ബിഷപ്പിനോടൊപ്പം അദ്ദേഹം തെന്ത്രോസ് സൂനഹദോസിൽ പങ്കെടുത്തു. തുടർന്ന് സന്യാസ പരിശീലനത്തിനായി ഇഗ്നേഷ്യസ് ലയോളയോടൊപ്പം റോമിൽ താമസിച്ച പീറ്റർ സിസിലിയിൽ ആരംഭിച്ച ആദ്യത്തെ ജെസ്യൂട്ട് സ്കൂളിലേക്ക് അധ്യാപകനായി അയക്കപ്പെട്ടു. അവിടെ ശുചീകരണം പോലുള്ള എളിയ ജോലികൾ പോലും അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. 1549 പൂർണ്ണ സന്യാസ വ്രതം സ്വീകരിച്ച പീറ്ററിനെ ജർമ്മനിയിലെ ഇൻഗോൾസ്റ്റാഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനത്തിനെതിരെ പ്രവർത്തിക്കാൻ നിയോഗിച്ചു. 1550 യൂണിവേഴ്സിറ്റിയിലെ റെക്ടറായി നിയമിതനായ അദ്ദേഹം തൻ്റെ പ്രസംഗങ്ങളിലൂടെയും പ്രവർത്തനത്തിലൂടെയും യൂണിവേഴ്സിറ്റിയെ ആത്മീയ ഉണർവിലേക്ക് നയിക്കുകയും അധാർമികവും സഭാവിരുദ്ധവുമായ പുസ്തകങ്ങളുടെ ഉപയോഗം തടയുകയും ചെയ്തു. 1552 31ാമത്തെ വയസ്സിൽ ഫെർഡിനൻഡ് രാജാവിൻ്റെ കൽപ്പനപ്രകാരം വിയന്നയുടെ ആത്മീയ നവീകരണത്തിനായി ഫാദർ പീറ്റർ നിയോഗിക്കപ്പെട്ടു. 20 വർഷമായി ഒരു പൗരോഹിത്യ ദൈവവിളി പോലും ഇല്ലാതിരുന്ന ആ പട്ടണത്തിലെ പല ഇടവകകളിലും വൈദികർ ഇല്ലായിരുന്നു. മറ്റ് ജെസ്യൂട്ട് വൈദികരുടെ സഹായത്തോടെ ഫാദർ പീറ്റർ വിയന്നയുടെ നവീകരണത്തിന് നേതൃത്വം നൽകി. പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹം നൽകിയ ശുശ്രൂഷകൾ ജനഹൃദയങ്ങളെ കീഴടക്കി. യൂണിവേഴ്സിറ്റിയിലെ അധ്യാപന ജോലി മുതൽ പാവങ്ങളെയും തടവുകാരെയും സന്ദർശിച്ച് സഹായിക്കുന്നതുവരെയുള്ള ശുശ്രൂഷകൾ അദ്ദേഹം ചെയ്തു. നോമ്പുകാലത്ത് വിയന്നയിലെ വിദൂര ഇടവുകൾ പോലും സന്ദർശിച്ച് അദ്ദേഹം കൂദാശകൾ നൽകി. രാജാവും മാർപ്പാപ്പായും ഫാദർ പീറ്ററിനെ വിയന്നയിലെ ആർച്ച് ബിഷപ്പാക്കാൻ ശ്രമിച്ചെങ്കിലും 1 വർഷത്തിന് ശേഷം അദ്ദേഹം തിരികെ പോന്നു. 1555 ഫാദർ പീറ്റർ കനിസിയൂസ് മതബോധനത്തിനുള്ള തൻ്റെ ആദ്യ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ചോദ്യോത്തര രൂപത്തിലും ബൈബിൾ അടിസ്ഥാനത്തിലും അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പഠിപ്പിച്ചു. കുട്ടികൾക്കും യുവജനങ്ങൾക്കും വേണ്ടി ഇതിൻ്റെ ലഘൂകരിച്ച പതിപ്പുകൾ പിന്നീട് അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. വിശുദ്ധൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ പുസ്തകത്തിൻ്റെ 200 പതിപ്പുകൾ 15 ഭാഷകളിലായി പ്രസിദ്ധീകരിക്കപ്പെട്ടു. പ്രേഗിൽ ഒരു കോളേജ് ആരംഭിക്കാൻ നിയോഗിക്കപ്പെട്ട ഫാദർ പീറ്റർ 1556 പുതിയതായി രൂപീകരിച്ച ഈശോ സഭ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യാളായി നിയമിതനായി. തെക്കൻ ജർമ്മനി, ഓസ്ട്രിയ, ബൊഹേമിയ എന്നീ പ്രദേശങ്ങളാണ് ആ പ്രൊവിൻസിൽ ഉണ്ടായിരുന്നത്. പ്രാഗിൽ 2 വർഷം പ്രവർത്തിച്ച ഫാദർ പീറ്റർ അവിടെ കോളേജ് സ്ഥാപിക്കുകയും അവിടെയുള്ള എല്ലാവരെയും കത്തോലിക്ക വിശ്വാസത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. 1555 മുതൽ 58 വരെ
സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടും കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ടും ഫാദർ പീറ്റർ 6000 മൈലുകൾ സഞ്ചരിച്ചു. ദൈവകൃപയാൽ എല്ലാം ചെയ്യാൻ സാധിക്കും എന്നാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. 1558 ഫാദർ പീറ്റർ മാർപ്പാപ്പായുടെ പ്രതിനിധിയായി പോളണ്ടിലേക്ക് പോയി. 1559 മുതൽ 6 വർഷക്കാലം ഫെർഡിനൻഡ് രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം അദ്ദേഹം ഓക്സ്ബുർഗിൽ താമസിച്ചുകൊണ്ട് പ്രവർത്തിച്ചു. അക്കാലത്ത് അദ്ദേഹം നിരവധി പുസ്തകങ്ങൾ എഴുതുകയുണ്ടായി. ഫാദർ പീറ്റർ ബൈബിൾ മുഴുവൻ മടപ്പാടമാക്കിയിരുന്നു. ആളുകൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ പലപ്പോഴും മുട്ടിന്മേൽ നിന്നാണ് കേട്ടിരുന്നത്. നിരവധി ജപമാലകൾ ചൊല്ലിയിരുന്ന ഫാദർ പീറ്റർ എല്ലാ ദിവസവും 7 മണിക്കൂർ പ്രാർത്ഥനയിൽ ചെലവഴിച്ചിരുന്നു. ചാൾസ് ബൊറോമിയോ, ഫിലിപ്പ് നേരി, ഫ്രാൻസിസ് സാലസ് തുടങ്ങിയ വിശുദ്ധരുമായി ഫാദർ പീറ്റർ നല്ല ബന്ധങ്ങൾ സൂക്ഷിച്ചിരുന്നു. അക്കാലത്തെ മാർപ്പാപ്പമാരുടെയും രാജാക്കന്മാരുടെയും മറ്റനേകരുടെയും ഉപദേഷ്ടാവായും അദ്ദേഹം പ്രവർത്തിച്ചു. 59 വയസ്സുവരെ ജർമ്മനിയിൽ ജോലി ചെയ്തതിനു ശേഷം ഫാദർ പീറ്റർ സ്വിറ്റ്സർലൻഡിലേക്ക് പോയി. തുടർന്നുള്ള 17 വർഷങ്ങൾ സ്വിറ്റ്സർലൻഡിലെ ഫ്രീബുർഗിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ. അവിടെ അദ്ദേഹം ആരംഭിച്ച കോളേജ് ഇപ്പോൾ ഫ്രീബുർഗ് യൂണിവേഴ്സിറ്റിയാണ്. 1591 ഫാദർ പീറ്റർ ആരോഗ്യം ക്ഷയിച്ച് ക്ഷീണിതനായി. എന്നാൽ അപ്പോഴും ഒരു സെക്രട്ടറിയെ നിയമിച്ച് അദ്ദേഹം ഗ്രന്ഥരചന തുടർന്നു. 1597 ഡിസംബർ 21 ഫാദർ പീറ്റർ കനിസിയൂസ് സ്വർഗത്തിലേക്ക് യാത്രയായി. 1864 പയസ് 9 പാപ്പ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ച ഫാദർ കനിസിയൂസിനെ 1925 പയസ് 11 പാപ്പ വിശുദ്ധനും വേദപാരംഗതനുമായി ഉയർത്തി.